വീണ്ടും അത് മനോഹരമായ പുതിയ വീഡിയോ ഗായ്സ് ഏവർക്കും സുസ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഗായ്സ് കടക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ ദ 13 ആണ്. 1980 ഇറങ്ങിയ വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക ക്ലാസിക് ഹൊറർ സ്ലാഷർ സിനിമ. ഓക്കെ, ഇപ്പോഴും പറയുന്നുണ്ട്. ഇതിൻ്റെ ഓഡിയൻസിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. കൊച്ചുപിള്ളേർ ഇത് കാണണ്ട, 18+ ആണ്, പക്ക 18+ മൂവിയാണ്. 18+ എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് ന്യൂഡിറ്റി കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. സോറി ഇതിൻ്റെ അകത്ത് ന്യൂഡിറ്റി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ വാച്ച് ഔട്ട്. ന്യൂഡിറ്റി സീനും ഉണ്ട്, അതുപോലെ തന്നെ വെട്ടും കുത്തും കൊലപാതകം. അതിനേക്കാളും വലിയൊരു സീനാണ് വെട്ടും കുത്തും കൊലപാതകം. അപ്പോൾ കഴുത്ത് വെട്ടുന്നു, നെഞ്ചു കുത്തി പൊളിക്കുന്നു, അങ്ങനെ കുറേ സീൻസ് എന്ന് പറയും ഇതിൻ്റെ അകത്ത് പച്ചയ്ക്ക് ഇതിലേക്ക് കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഫ്ലാഷർ പടമാണ്, ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഓഡിയൻസ് നിങ്ങൾ മനക്കട്ടിയുള്ളവർ മാത്രം എന്താ നിങ്ങളിത് കാണുക. ഞാൻ എല്ലാ ഓഡിയൻസിൻ്റെ അടുത്ത് ഇത് കാണണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നത്. നിങ്ങൾ പക്ഷേ മസ്റ്റ് വാച്ചാണ്, നിങ്ങൾക്ക് അഡൽട്ട് മസ്റ്റ് വാച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക നമ്മുടെ ഫ്രൈഡേ ദ 30 നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് സുപരിചിതമായിട്ടുള്ളൊരു സിനിമയായിരിക്കും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ഒരു ഡേറ്റെങ്കിലും നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. കാരണം വെച്ചാൽ ഫ്രൈഡേ ദ 30 എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ അനർത്ഥങ്ങൾ അനർത്ഥങ്ങൾ വന്ന ഒരു ദിവസം എന്ന് വെച്ചാൽ ഈ ലോകത്ത് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പല ഇൻസിഡൻ്റൊക്കെ ഉണ്ടാവത്തില്ലേ. പല ഇൻസിഡൻ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് പല ബാഡായിട്ട് നടന്ന സംഭവങ്ങൾ, അതിനെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് നോക്കുമ്പോഴേക്കും 13-ാം തീയതി വെള്ളിയാഴ്ച 13-ാം തീയതി അത് ഒരു ശനി ദിവസമായിട്ട് എന്താ പറയുക ഇവർ കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കൺസെപ്റ്റിൽ ഇറക്കിയ ഒരു പടമാണ്, ഒരു സ്ലാഷർ പടം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതെവിടെ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയിട്ട് ആമസോണിൽ കാണുന്നില്ല. പക്ഷേ എന്താ പറയുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷേ എനിക്കൊന്നും വല്ല ഗ്ലിച്ചും മറ്റുമായിരിക്കും എന്ന് എനിക്ക് പറയുന്നത്. പക്ഷേ എന്തായിരുന്നാലും ഇതെന്താ പറയുക അവൈലബിൾ ആണ്. നിങ്ങളതെന്ന് പറയുന്ന ജസ്റ്റ് നിങ്ങൾ കാണുക. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഓവറോൾ ഇതിൻ്റെ കാര്യം. ഇനി ഞാൻ ഇതിൻ്റെ സിനിമയുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം എന്താണ് നിങ്ങളെന്താ പറയുക പോയിരുന്ന് കാണണം. അപ്പോൾ സിനിമ തുടങ്ങുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ലേക്കിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. 1958 കുറച്ച് ക്യാമ്പിലൊക്കെ പിള്ളേർ വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് ബാഡായിട്ട് കുറച്ച് അനർത്ഥങ്ങൾ നടക്കുന്നു. അങ്ങനെ അവിടെ അനർത്ഥങ്ങൾ നടന്നിട്ട് എന്താ പറയുക ക്രിസ്റ്റൽ ലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പ് സ്ഥലം പൂട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് 1980 എന്താ പറയുക വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഈ ക്രിസ്റ്റൽ ലേക്ക്, ഈ ഒരു ക്യാമ്പിങ് സ്ഥലം. അങ്ങനെ ക്യാമ്പ് റീ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും തന്നെ എന്താ പറയുക അവിടെ അന്ന് നടന്ന പോലെ തന്നെ വീണ്ടും എന്താ പറയുക അനർത്ഥങ്ങൾ നടക്കുന്നത് വേറൊന്നുമല്ല, ഒരാളെ കൊല്ലപ്പെടുന്നു. കുറച്ച് ഇവർ ക്രിസ്റ്റൽ ലേക്കിൽ കുറച്ച് എന്താ പറയുക യുവാക്കൾ വരുന്നുണ്ട്. യുവാക്കൾ വന്ന ശേഷം അവരെയൊക്കെ ഒന്നൊന്നായിട്ട് തട്ടിക്കളയും. അങ്ങനെ അവരെ തട്ടിക്കളഞ്ഞിട്ട് ലാസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു വലിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു സീക്രട്ട് അതെന്താ പറയുക അറിയപ്പെടുന്നു. അതായത് നമ്മുടെ ഇതിലത്തെ നടൻ എന്ന് പറഞ്ഞാൽ ഇതിലത്തെ സ്ലാഷറായിട്ട് വരുന്ന ജെയ്സൺ വോർഹീസ് ആണ്. ഓക്കെ, ജെയ്സൺ വൊറീസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാളി ആയതുകൊണ്ട് നിങ്ങൾക്ക് ജെയ്സൺ വർഗീസ് എന്ന് നിങ്ങൾക്ക് പറയും. ഓക്കെ, അത് നിങ്ങളുടെ താല്പര്യം. അപ്പോൾ ജെയ്സൺ ആണ് ഇതിനെന്ന് പറയാം നമ്മുടെ ആ ഹോക്കിയുടെ മാസ്കും വെച്ച് ഇങ്ങനെ വലിയ വാളും വെത്തി നിങ്ങൾക്ക് പലതിലും കണ്ടുണ്ടോ, പല പോസ്റ്ററിലും കണ്ടുണ്ടോ, ആ ക്യാരക്ടറാണ് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ആ ക്യാരക്ടർ വന്നിട്ടാണ് എല്ലാത്തിനും എന്താ പറയുക തട്ടിക്കളയണത്. പക്ഷേ ലാസ്റ്റത്തെ ഇതിലെന്ന് പറയുന്നത് ഇതിൻ്റെ തള്ള വന്നിട്ട്, അതായത് ജെയ്സൺ വൊറീസിൻ്റെ അമ്മ വന്നിട്ട് ആണ് പറയണത് ഒരു സീക്രട്ട് റിവീലിങ് അവനല്ല തട്ടിയത്, ഞാനാണ് തട്ടിയത് നിങ്ങളെല്ലാവരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് 1958 ഒരു കൊച്ചുകുട്ടി ഈ ക്രിസ്റ്റൽ ലേക്കിൽ മുങ്ങി മരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ക്രിസ്റ്റൽ ലേക്കിൽ മുങ്ങി മരിക്കുമ്പോഴേക്കും ഇവരെന്ത് ഈ അമ്മ, അതായത് ഈ അമ്മ എന്ന് പറയുമ്പോഴേക്കും ആര് ഈ ജെയ്സന്റെ അമ്മ വന്നിട്ട് പറയും നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ മോനെ നോക്കിയില്ല, നിങ്ങൾ കൗൺസിലേഴ്സ്, അതായത് നിങ്ങളുടെ കൗൺസിലേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് ഇവിടുത്തെ വരുന്ന പിള്ളേരുടെയൊക്കെ സേഫ്റ്റി നോക്കേണ്ടത്, എന്നാൽ നിങ്ങൾ മറ്റേ പരിപാടി ചെയ്തുകൊണ്ട് കിടന്ന് അത് ജെയ്സന്റെ അമ്മ പറയും. ഓക്കെ, ജെയ്സന്റെ അമ്മ വന്നിട്ട് പറയും നിങ്ങൾ മറ്റേ പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് എന്താ പറയുക നിങ്ങൾക്കിവിടെ എൻ്റെ മോൻ മുങ്ങി മരിച്ചു, അതുകൊണ്ട് അതാണ് 58 ഇവ മുങ്ങി മരിക്കുകയും ചെയ്ത് അത് രണ്ടുപേരെയും കൊല്ലുകയും ചെയ്തു. അപ്പോൾ കൊന്നത് പറഞ്ഞ ജെയ്സന്റെ അമ്മയാണ്. ഓക്കെ, അപ്പോൾ അവനെ മുങ്ങി മരിക്കുകയും ചെയ്തു, ഇവിടെ മരിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഉണ്ട പരിവായിട്ട് എന്താ പറയുക സീൻ കോൺട്രേ ലാസ്റ്റ് എന്താ പറയുക ജെയ്സൺ അമ്മേനെ വരെ തട്ടും. എന്നിട്ട് ഈ ഒരു ഗിൽറ്റ്, ഇതൊരു ആങ്കർ എന്താ പറയുക ഇപ്പോൾ ഈ ജെയ്സൺ അമ്മ വെച്ച് കാണുമ്പോൾ എന്താ പറയുക വീണ്ടും റീ ഓപ്പൺ ചെയ്യും, വീണ്ടും അവിടെ വരുന്ന എല്ലാവരും തട്ടും. അവിടെ പൊക്കോണ്ടിരുന്ന ഒരു പെണ്ണിനെ ഉള്ള തട്ടും, കിട്ടണ എല്ലാത്തിനും തട്ടി ഇവളങ്ങ് തീത്തങ്ങ് വിടും. അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ ലാസ്റ്റിൻ്റെ പൊന്നു ലാസ്റ്റ് അതിൽ ഒരുത്തിയാണെങ്കിൽ ജെയ്സന്റെ അമ്മയുടെ തല എന്താ പറയുക പൊട്ടി തെറിപ്പിക്കും, എനിക്ക് ഷോർട്ട് ഗൺ വെച്ചെന്തോ അടിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു വയലന്റ് പടമാണ്, സെക്ഷുവാലിറ്റി ഉണ്ട്. ഓക്കെ, നിങ്ങൾ അതും വാച്ച് ഔട്ട് ചെയ്യുക. ഞാൻ അത് ഡിസ്പ്ലേ വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും താല്പര്യമുള്ള കാണുക. അപ്പോൾ ഇതാണ് ഓവറോൾ സ്റ്റോറി. ഓക്കെ, ഇതാണ് ഓവറോൾ സ്റ്റോറി.
പണ്ട് ക്രിസ്റ്റൽ ലേക്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഈ കുഞ്ഞു മുങ്ങി മരിക്കുന്നു, അതിൻ്റെ അമ്മ വന്നിട്ട് ലാസ്റ്റ് വരെ എന്താ പറയുക രണ്ടെണ്ണത്തിനെ ഊക്കി വിടുന്നു. 50 വർഷം 20 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ക്രിസ്റ്റൽ ലേക്ക് എന്ന് പറഞ്ഞൊരു തടാകമല്ല ആ ഒരു ക്യാമ്പിംഗ് സൈറ്റ് റീഓപ്പൺ ചെയ്യുന്നു. റീഓപ്പൺ ചെയ്തിട്ട് എന്താ പറയുക വീണ്ടും എന്താ പറയുക അന്ന് നടന്ന അതുപോലെ തന്നെ കൗൺസിലേഴ്സിനെ ഇവിടെ ക്യാമ്പിന് അടിക്കാൻ വന്ന അവരെ എന്ത് ചെയ്യും വീണ്ടും തട്ടിക്കളയുന്നു. ലാസ്റ്റ് കുറച്ച് സീക്രറ്റ്സ് എല്ലാം റിവീൽ ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് പോകും. ഓക്കെ, അങ്ങനെയാണ് സംഭവം. അതാണ്. അപ്പോൾ ഓവറോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലിരിക്കട്ടെ. അതിനുശേഷം താല്പര്യമുള്ള നിങ്ങൾ പോയി കാണുക. പക്ഷെ എന്തായിരുന്നാലും ഇതൊരു കാണേണ്ട പടം തന്നെയാണ്. കാരണം വെച്ചാൽ 80s പിന്നെ ഫാഷൻ, ഞാൻ എപ്പോഴും പറയുന്നത് 80s ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു ഫാഷൻ, അതുപോലത്തെ വെഹിക്കിൾസ്. ഇതിലൊരു ഓയിൽ വണ്ടിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പല വെഹിക്കിൾസും പല കാര്യങ്ങളൊക്കെ എന്താ പറയുക നിങ്ങൾക്കൊരു കൗതുകം തോന്നും. ഇങ്ങനെയൊക്കെ 80s ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ നമ്മുടെ ലോകം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുള്ളത് നിങ്ങൾ കാണുക. ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് വളരെ കുറച്ച് പൈസയ്ക്ക് ഇറങ്ങിയാണ് 58 മില്യൺ അടിച്ചു. അന്നത്തെ കാലത്തിൽ 58 ഈ ഒരു സ്ലാറ്റർ പടത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമില്ല. അങ്ങനെ അതും ഇത് നേടിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ അനവധി കാര്യങ്ങൾ എന്താ പറയുക ഈ സിനിമ നേടിയിട്ടുണ്ട്. അപ്പോൾ അതാണെന്ന് പറയാം നമുക്ക് ഓവറോൾ പറയാനുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ കവറപ്പ് ചെയ്തു എന്ന് പറയാം ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പറയാം. പിന്നെ വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. ഇതിന് ശേഷം ഇതിൽ കുറേ പാർട്ടുകളുണ്ട്. ചവറ് പോലെ എന്താ പറയുക ചുമ്മാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് 8-10 പാർട്ടും കണ്ടുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട് ഈ ഇവന്മാർ രണ്ടുപേരും തമ്മിൽ മത്സരമായിരുന്നു. നമ്മുടെ ഇപ്പോൾ ഈ DC മാർവൽ അല്ലെങ്കിൽ സൂപ്പർമാൻ വേഴ്സസ് ബാറ്റ്മാൻ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതുപോലെ ഈ ഗോക്കു വേഴ്സസ് വെജീറ്റോ അങ്ങനെ കാര്യം പറയുന്ന പോലെ ഇതുപോലെ ഉണ്ടായിരുന്നു ഈ ഫ്രെഡി കൂർഗർ വേഴ്സസ് ജെയ്സൺ വോർഗീസ്. ഓക്കെ, ഫ്രെഡി കൂർഗർ എന്ന് പറയുമ്പോഴേക്കും ഒരു സ്വപ്നത്തിൽ വന്ന് ഒരുത്തൻ കൊല്ലണ ഒരുത്തനാണ്. ഓക്കെ, അതിനെന്ന് പറഞ്ഞാൽ ഈ ഫ്രെഡി എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനലാണ്. ഫ്രെഡി എന്ന് പറഞ്ഞാൽ ക്രൂരനാണ്. അവൻ ഭയങ്കര ഈ പെഡോഫിലി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിലും ജെയ്സൺ എന്ന് പറഞ്ഞാൽ ഇതിൽ പാവമാണ് ജെയ്സൺ. ഓക്കെ, മറ്റുള്ളവരുടെ നെഗ്ലിജൻസ് കാരണം എന്ന് പറയാൻ മരിച്ചൊരു പയ്യനാണ്. അപ്പോൾ അങ്ങനത്തെ രണ്ട് ക്യാരക്ടർ. പക്ഷേ എന്തായിരുന്നാലും സ്ലാഷർ പടമാണ് രണ്ടും. ഇത് രണ്ടുപേരും തമ്മിൽ മത്സരിച്ച് എത്ര പടങ്ങളെന്നറിയാം നടന്നിട്ടുള്ളത്. നിങ്ങൾ 1980-ലുള്ളതെന്ന് വെച്ചാൽ 2010 കണ്ടാണെന്ന് പറയുന്നത് ലാസ്റ്റ് അവസാനിക്കുന്നത്. അതിനുശേഷം ജെയ്സൺ വേഴ്സസ് ഫ്രെഡി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള ഇതും വന്നിട്ടുണ്ട്. മത്സരിച്ച് സിനിമ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 10 പടങ്ങൾ. അങ്ങനെ ജെയ്സൺ വേഴ്സസ് ഇവനും വന്നിട്ടുണ്ട്. ആര് ഫ്രെഡി കുറക്കുന്ന സിനിമയും വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, വലിയ ഗുണമല്ല. ജെയ്സൺ ഒരുപാട് അടി ആ സിനിമയിൽ. അതിനുശേഷം റീബൂട്ട് ഇറങ്ങിയിട്ടുണ്ട് 2009. എന്നാലും വിടൂല. നൈറ്റ്മെയർ ഓൺ എലം സ്ട്രീറ്റ് വന്ന് റീബൂട്ട് ഇറക്കി. അങ്ങനത്തെ ഒരു മത്സരമായിരുന്നു ഈ നൈറ്റ്മെയർ ഓൺ എലം സ്ട്രീറ്റും അതുപോലെ തന്നെ ജെയ്സണുമായിട്ടുള്ള ഈ രണ്ടെണ്ണം. പക്ഷേ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് മൂവി താല്പര്യമുള്ളതെന്ന് കാണുക. ബാക്കിയുള്ളതൊന്നും വലിയ ഗുണമില്ല. എനിക്ക് ബാക്കിയൊന്നും വലിയ ഇഷ്ടമില്ല. ഫ്രെഡി കുറുഗറിൻ്റെ സിനിമയിൽ ഞാൻ പറയും 2-3 വീഡിയോ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിങ്ങൾ സജസ്റ്റനായിട്ട് അത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തിടാം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലോട്ട് ഞാൻ വരും. അതുവരെയും ഗായ്സ് ഏവർക്കും പീസ് ഔട്ട്.